ഈ ഭരണസമിതി അധികാരം ഏറ്റതിനേക്കാൾ കൂടുതൽ പിന്തുണ കൂടിയിട്ടുണ്ട്. കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടുണ്ട്, ജനങ്ങളുടെ പിന്തുണ കൂടിയിട്ടുണ്ട്. കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് യാഥാർത്ഥ്യമാകണമെങ്കിൽ കൗൺസിലർമാർക്ക് സഭയിൽ അങ്ങനെ ഒരു വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. എനിക്ക് നല്ല ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും, സത്യപ്രതിജ്ഞ ചെയ്തതിനേക്കാൾ കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണ കൂടിയിട്ടുണ്ട്, ജനങ്ങളുടെ പിന്തുണ വളരെ വലുതായിട്ട് കൂടിയിട്ടുണ്ട്. 5 വർഷം ഇന്ന് വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ കണ്ടിട്ടുള്ളതിനേക്കാൾ മികച്ച സ്ഥിരതയോടുകൂടി ഈ ഭരണസമിതി പൂർത്തിയാക്കുമെന്ന് മാത്രമല്ല, ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സ്വീകാര്യതയോടെ വരവേൽക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2030 ഉണ്ടാകാൻ പോകുന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ കമ്മി കൊങ്ങികൾ ചേർന്നുകൊണ്ട് കാണിക്കുന്ന ഈ പൊറാട്ട് നാടകങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു തമാശയായിട്ടാണ് തോന്നുന്നതെന്ന് പറയുന്നത്. കാരണം സംഘികളെ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സുഗതന്റെ പേരിൽ ഇങ്ങനെ വളർത്തി ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ തന്നെ ചെയ്തു വയ്ക്കൂടെ? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഒരു സുഗതന്റെ പേരും പറഞ്ഞുകൊണ്ട്, സാധാരണ സുഗതൻ എന്ന് പറയുന്ന വ്യക്തി വട്ടിയൂർക്കാവിൽ മാത്രം അറിയപ്പെട്ടുകൊണ്ടിരുന്ന സുഗതൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, BJPയുടെ ഭരണം വന്നു കഴിഞ്ഞാൽ കമ്മികൾക്കും കൊങ്ങികൾക്കും കുരു പൊട്ടുമെന്ന് വരെ ഇപ്പോൾ ജനങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു. അതിലൂടെ ഞങ്ങൾ രണ്ടും ഒരു കോയിന്റെ 2 വശങ്ങളാണ് എന്നുള്ളതും അവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഘികളുടെ ഭരണമായതിന് പിന്നാലെ. അത് മാത്രമല്ലേ, ഇവരിപ്പോൾ ഈ പറയുന്ന രീതിയിൽ സംഘികളുടെ ഭരണം ഇപ്പൊ അങ്ങ് അട്ടിമറിച്ച് കളയാം, സംഘികളെ ഇപ്പൊ പിടിച്ചങ്ങ് താഴെ ഇറക്കി കളയാം, ഇപ്പൊ അങ്ങ് മലമറിച്ച് കളയാമെന്നൊക്കെയുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോയിട്ട് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയാം. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് 50 കൗൺസിലർമാരാണ് നിലവിൽ അവിടെ ഉള്ളതെന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിന് 29, കോൺഗ്രസിന് 20 ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ വിചാരം ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ അങ്ങ് മലമറിച്ച് കളയാം, ഇപ്പോൾ അങ്ങ് ഈ പറയുന്ന രീതിയിൽ ഈ ഭരണം അങ്ങ് താഴെ ഇറക്കിയിട്ട് നമുക്ക് കയറിയിരുന്ന് ഭരിച്ച് കളയാം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ സുഗതന്റെ ഇപ്പോഴത്തെ നില വെച്ച് നോക്കുമ്പോഴത്തേക്കും സുഗതന് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനൊക്കെയുള്ള അവസരം കോടതി നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറി. ഇനിയിപ്പോൾ ഹൈക്കോടതിയുടെ വിധി കൂടെ വന്നാൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ കമ്മിക്കും കൊങ്ങിക്കും ഒരു പൊട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ സംഘികൾക്ക് നിലവിൽ ആഘോഷരാവാണ്. കാരണം കോടതിയിൽ നിന്നും വിധി സുഗതന് അനുകൂലമായിരുന്നു. ഇനി ഹൈക്കോടതിയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി, കാപ്പ കേസിന്റെ കാര്യം കൂടെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു, 5 കൊല്ലം BJP തികച്ച് ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ BJPയിൽ നിന്നും ആൾക്കാരെ അടർത്തിയെടുത്തുകൊണ്ട് നമുക്ക് ഒരു ഇത് ഉണ്ടാക്കാമെന്നൊക്കെയാണെന്നുള്ളൊരു വ്യാമോഹമാണെങ്കിൽ സത്യത്തിൽ നടക്കാൻ പോകുന്ന കാര്യം അതൊന്നുമല്ല. നിലവിൽ ഈ പറയുന്ന കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുള്ള പല കൗൺസിലർമാരും മറുകണ്ഠം ചാടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. അത് വരും നാളിൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന BJPക്കും VV രാജേഷിനും ഇത്രയധികം പ്രശ്നം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും ഒരു തരി കുലുക്കം ഉണ്ടായിട്ടില്ലായിരുന്നു. കാരണം അവർക്ക് അത്രയേറെ 101% കോൺഫിഡൻസോട് കൂടി തന്നെയാണ് VV രാജേഷും ഈ പറയുന്ന BJPയിലെ തിരുവനന്തപുരത്തെ എല്ലാ നേതാക്കന്മാരും ഒരുപോലെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇവിടെ ഭരിക്കും, ഇടതിനും വലതിനും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് അവരെടുത്തു പറഞ്ഞൊരു കാര്യം. എന്താണ് ആ ഒരു കോൺഫിഡൻസിന് കാരണം? ഇനി എന്തൊക്കെ കാണിച്ചാലും, സുഗതന്റെ വിഷയമല്ല, ഇനി എന്തൊക്കെ കൂത്താട്ടങ്ങൾ ഈ പറയുന്ന 2 പാർട്ടികൾ കാണിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് നിലവിൽ BJPക്ക് 50 സീറ്റുകളാണ്. ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടുകൂടിയാണ് BJPയോടെ തിരുവനന്തപുരം ഭരിക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല അവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാരണം ഇടതിലും വലതിലും പെട്ടവരെ BJP നോട്ടം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ 1 or 2 പേര് വന്നാൽ പോലും ഒറ്റയ്ക്ക് BJP ഭൂരിപക്ഷം എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലേ? അതാണ് അവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് നിലവിൽ 50 ഉണ്ട്, ഇനി ഒരു സീറ്റും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്നുള്ള ഇതാണ്. അത് തന്നെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അവർ ഒന്നിച്ചാൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറത്തില്ല. സ്വതന്ത്രന്റെ പിന്തുണയാണെങ്കിൽ BJPക്ക് ഒപ്പമാണ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പറ്റുന്നത്? അവരെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സുഗതന്റെ വാർഡിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അവിടെയും അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാം. കാരണം BJP ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന് ചുറ്റും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഓളം, അതും മേയർ VV രാജേഷിന്റെ കീഴിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ചെറുതല്ല. അതിന് എന്തൊക്കെ പറഞ്ഞാലും അങ്ങേര് തിരുവനന്തപുരത്ത് ഒരു മേയറായിട്ട് വന്നതിന് ശേഷം BJP ഭരണം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു വലിയ ഒരു സാധ്യതയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഈ പറയുന്ന VV രാജേഷ് കാഴ്ചവെച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ കൊള്ളേണ്ടവർക്ക് കൊണ്ടു, ഏക്കേണ്ടവർക്ക് ഏറ്റു. അതിൻ്റെ ഒരു കുരുപൊട്ടലായിരുന്നു കോർപ്പറേഷനിൽ പല രീതിയിലുള്ള നാടകങ്ങൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല. ഇനിയിപ്പോൾ സുഗതൻ ഈ ജാമ്യം എല്ലാ രീതിയിലും ലഭിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷൻ വീണ്ടും വരുമ്പോഴത്തേക്കും പല രീതിയിലുള്ള പോരാട്ട നാടകങ്ങൾ കാണാം. പക്ഷേ ഇതൊന്നും തന്നെ ഈ പറയുന്ന സംഖ്യ കേൾക്കത്തില്ല. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും പലവരും ഈ പറയുന്ന സംഘിക്കൂട്ടത്തിലേക്ക് ചാടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരും നാളിൽ മാറുമെന്നുള്ളത് അവർക്ക് തന്നെ 100% വ്യക്തമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നിന്ന് മാത്രമായിട്ട് നിരവധി പേരാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്നും
ഇതുവരെയായിട്ടും പല രീതിയിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെ പലരുമാണ് ഇടതുപക്ഷത്തിൽ നിന്നും ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ഇതുവരെ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും. അപ്പോൾ അവർക്ക് ഈ പറയുന്ന രീതിയിൽ കുറച്ച് കൗൺസിലേഴ്സിനെ ഇപ്പത്തോട്ട് ചാടിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. അത് ആദ്യം ഈ പറയുന്ന ഇടതുപക്ഷവും പ്രതിപക്ഷവും മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കാതെ ഇതുപോലുള്ള കുറേയധികം മണ്ടൻ ചിന്താഗതികളും കൊണ്ട് ഇപ്പോൾ അവരെ മലർത്തി അടിച്ചിട്ട് നമുക്ക് ആ കസേര കയറി ഇരിക്കാന്നുള്ള രീതിയിലുള്ള ചിന്തയാണെങ്കിൽ ഉള്ള കൗൺസിലർമാരും കൂടി നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരും നാളിൽ മാറാനായിട്ടുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ പറയുന്നു 5 കൊല്ലം ബി ജെ പി 5 കൊല്ലം ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ 5 കൊല്ലത്തിനുള്ളിൽ നിരവധി പേരാണ് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും ബി ജെ പി പാളയത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ചാടാനായി പോകുന്നത് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സിറ്റുവേഷനിൽ. കാരണം അവിടെ ഈ വി രാജേഷിന്റെ ഭരണത്തിൽ ഇനി തുടർന്നും പല നീക്കങ്ങളും ബി ജെ പി അവിടെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർക്ക് ഭരിക്കാനായിട്ടൊരു അവസരം കിട്ടിയ, അതും തലസ്ഥാനത്ത് അവസരം കിട്ടിയ ഒരു കോർപ്പറേഷനാണ്. അത് അവർ വെറുതെ അങ്ങ് കളയുമെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഒരിക്കലുമില്ല. അവർ ഇങ്ങനെ തന്നെയാണ് പല സംസ്ഥാനങ്ങളും പിടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അത് കേരളത്തിൽ അവർ പയറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അവർ ചെയ്യാവുന്നതിന്റെ മാക്സിമം പണികൾ അവർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചെയ്യും. അതോടൊപ്പം തന്നെ ഇടതും വലതും മുന്നണികളുടെ പല രീതിയിലുള്ള ഉടായ്പകളും അവരവിടെ പുറത്തു കൊണ്ടുവരും. വി രാജേഷിന്റെ നേതൃത്വത്തിൽ തന്നെ അത് പുറത്തു കൊണ്ടുവരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ അതിൽ വെറളിമൂത്ത് പല രീതിയിലുള്ള പുറത്തെ നാടകങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല. നിലവിൽ നിങ്ങളുടെ പക്കമുള്ള കൗൺസിലേഴ്സിനെ പിടിച്ചു നിർത്താനായിട്ട് നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു സമയം ഈ പറയുന്ന ഇടതിനും വലതിനും ഇപ്പോൾ ഉള്ള കൗൺസിലർമാരുടെ എണ്ണത്തിൽ വളരെ വലിയ രീതിയിലുള്ള കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവർ 5 കൊല്ലം തേക്കുന്നതിന് മുന്നേ തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ എത്തുന്ന തരത്തിലോട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാര്യങ്ങൾ മാറാനുള്ള എല്ലാ സാധ്യതകളും നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ട് എന്നുള്ളത് അടിവരയിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇപ്പോൾ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ എന്തോ അങ്ങ് ഉണ്ടാക്കി കളയാമെന്നുള്ള രീതിയിൽ നിൽക്കാതെ നല്ലൊരു പ്രതിപക്ഷമാവുക, മുന്നോട്ട് പോവുക. ഈ പറയുന്ന ഭരണപക്ഷത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ ഉടായ്പിലൂടെ ഞങ്ങൾ ഭരണത്തിൽ കയറാമെന്നുള്ള വ്യാമോഹമാണെങ്കിൽ എട്ടാക്കി മടക്കി പോക്കറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജനങ്ങൾ അതിനുള്ള മറുപടി തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.